കക്ഷി രാഷ്ട്രീയപരമായിട്ട് ജനങ്ങളുടെ നേരെയുള്ള കയ്യേറ്റം, നിയമവ്യവസ്ഥയെ വലിയ തോതിൽ ദുരുപയോഗം ചെയ്തുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളുടെ മേൽ മേക്കിട്ട് കയറുന്ന അവസ്ഥ, അതുപോലെ തന്നെ വളരെ നിരപരാധികളായിട്ടുള്ള അല്ലെങ്കിൽ നിരായുധരായിട്ടുള്ള ജനങ്ങളുടെ നേരെയുള്ള പോലീസിൻ്റെ ഭീകരമായിട്ടുള്ള കയ്യേറ്റം, ഈ ഈ ഈ ഈ മുഖ്യമന്ത്രിയുടെ വാഹന ജാഥയുടെ മുമ്പിൽ കൊടി കാണിച്ച ആളുകളുടെ നേരെ നടത്തിയ കയ്യേറ്റം മാത്രമല്ല, എത്രയോ സംഭവങ്ങൾ ഈ തരത്തിൽ വളരെ സാധാരണക്കാരായ ആളുകളെ പിടിച്ചുകൊണ്ടുപോയി തല്ലി ചതച്ച് ഉള്ള ഒരുപാട് കേസുകൾ ഇത്തരം സന്ദർഭങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ തന്നെ ശക്തമായ നടപടിയെടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതുകൊണ്ടാണ്. അതായത് പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഈ തേർവാഴ്ച, ഈ തീർത്തും നിയമവിരുദ്ധമായിട്ടുള്ള സമീപനങ്ങൾ, നിയമവാഴ്ചയെ അട്ടിമറിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ, അതിനെ കർശനമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് പകരം അത്തരത്തിലുള്ള ആളുകൾക്ക് പ്രോത്സാഹനം നൽകുകയും അവർക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉയർന്നു വന്നു. അത് കക്ഷി രാഷ്ട്രീയപരമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വന്നത്. ഈ കേസ് തന്നെ യഥാർത്ഥത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത്. കാരണം വളരെ കൃത്യമായിട്ട് ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാർ എല്ലാവിധ നിയമവാഴ്ചയെ അട്ടിമറിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചത്. കാരണം മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ആയിട്ട് അംഗരക്ഷകരായിട്ടുള്ള ആളുകൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് റോഡിൽ പോയിട്ട് വഴിയെ പോണവൻ്റെ തലമണ്ട പൊടിക്കുന്നത് അവരുടെ ഡ്യൂട്ടിയിൽ വരുത്തിയൊരു വീഴ്ച, ഡെറിലിക്ഷൻ ഓഫ് ഡ്യൂട്ടിയാണ്, അവരുടെ ജോലി അതല്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അവരെ സംരക്ഷിക്കാനായിട്ട് നിരന്തരമായി ശ്രമങ്ങൾ നടത്തി. ഇതെല്ലാം യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ കാലം എത്രയോ കാലങ്ങളായിട്ട് അനുവർത്തിച്ചു വരുന്ന സമീപനം, പോലീസിനെ സംബന്ധിച്ച് അവർക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. പോലീസ് എങ്ങനെയാണ് പെരുമാറുന്നതിനെക്കുറിച്ച് അവരുടെ കൃത്യമായിട്ടൊരു കാഴ്ചപ്പാടും നിലപാടുകളുണ്ടായിരുന്നു. പോലീസിനെ എങ്ങനെ നിലയ്ക്ക് നിർത്തണം എന്നതിനെക്കുറിച്ച് എല്ലാ കാലത്തും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരും അവരുടെ ഭരണകൂടങ്ങളും ശക്തമായ നിലപാടുകളെടുത്തു. അതിലെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അതിന് ഘടകവിരുദ്ധമായ സമീപനമാണ് കഴിഞ്ഞ രണ്ട് സർക്കാരുകളും സ്വീകരിച്ചത്. അത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തെക്കുറിച്ച് വലിയ ഒരു അവഹേളനപരമായ തെറ്റായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ വീഴ്ചകളിലൊന്ന്, കഴിഞ്ഞ രണ്ട് സർക്കാരിൻ്റെ ഏറ്റവും വലിയ വീഴ്ചകളിലൊന്ന് ഈ പോലീസ് ഭരണത്തിലുണ്ടായിരുന്ന വീഴ്ചകളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ജനങ്ങൾ പൂർണ്ണമായിട്ടും ഓർത്തു വെച്ചിട്ടുണ്ട്.